വൃശ്ചികം 1 ഇന്ന് ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ്. പമ്പയിലും എരുമേലിയിലും വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടു. 3 മണിക്കൂറിലധികം വരി നിന്നാണ് ഭക്തർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പുലർച്ചെ 3 മണിക്ക് പുതിയ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി ശ്രീകോവിൽ നട തുറന്നു. ആ സമയത്ത് തുടങ്ങിയ ഒരു തിരക്ക് ഉച്ചയ്ക്ക് 1 മണിക്കും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. പലപ്പോഴും മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഭക്തന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നത്. പുലർച്ചെ നേരത്തെ തന്നെ ക്യൂ കോംപ്ലക്സിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ പമ്പയിൽ വെർച്വൽ ക്യൂ സംവിധാനങ്ങൾ പരിശോധിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ പരിശോധന വേഗത്തിലാക്കിയിരുന്നെങ്കിൽ വേഗത്തിൽ ദർശനം നടത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഭക്തന്മാർ പറയുന്നത്. തിരക്കുണ്ടായിരുന്നോ? നല്ല തിരക്കുണ്ട്. നമ്മൾ രാവിലെ 5 മണി തൊട്ട് കയറാൻ തുടങ്ങിയാണ്. ഇപ്പോഴാണ് എത്തിയത്. കാട്ടിലൂടെയാണ് ഈ വരിതെറ്റിച്ച് അയ്യപ്പന്മാർ ഇവിടേക്ക് ചാടുന്നത്. അതുമൂലം കാട്ടിൽ ഇഴയന്തുക്കളുണ്ട്, മൃഗങ്ങളുണ്ട്, താഴേക്കുള്ള ഇറക്കമാണ്. ആ ഇറക്കത്തിലൊക്കെ തന്നെ കന്യായപ്പന്മാരൊക്കെ തന്നെ വീണ് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അവയെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് അയ്യപ്പന്മാർ ഇതുവഴി ചാടിയത്. അത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി അയ്യപ്പനെ തൊടാൻ കഴിഞ്ഞതിൽ. ഞാനും സാധാരണ ഭക്തനെ പോലെ മുന്നിലൂടെ ഒന്ന് കടന്ന് ഒരു നോക്ക് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഏതൊരാൾക്കുണ്ടാവുന്നതാണ്. ഒരു ശാന്തിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ശബരിമല മേൽശാന്തി വന്ന്. പൂർവ്വപുണ്യ സുഹൃതം എന്നാണ് പുതിയ മേൽശാന്തി ഇന്ന് മാതൃഭൂമിയോട് പറഞ്ഞത്. കാര്യം അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടപ്പോൾ തന്റെ കണ്ണ് നിറഞ്ഞു പോയി സന്തോഷം കൊണ്ട്. മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള തിരക്കാണ് പമ്പയിലും എരുമേലിയിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പമ്പയിലാണ്. ഏകദേശം 3-4 മണിക്കൂറും ഒക്കെ തന്നെ കാത്ത് ഇരുന്നാണ് ഇപ്പോൾ ഈ ഭക്തർക്ക് സന്നിധാനത്തേക്ക് പോകാൻ കഴിയുന്നത്. തിരക്കുണ്ട്, നല്ല തിരക്കാണ്. ഒരു കൊല്ലം എത്താത്ത തിരക്കാണ് ഈ കൊല്ലം. ഇതുപോലെ തിരക്ക് ഇതിക്ക് മുന്നേ ഉണ്ടായിട്ടില്ല. എരുമേലി തുടങ്ങി ബ്ലോക്കാണ്. എല്ലായിടത്തും പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. ഇവിടം തുടങ്ങി ക്യൂ ആണ്. எவ்வளவு நேரமா நிக்கிறோம்? 1 hour மேல ஆயிடுச்சு. இன்னும் படியேறல. ட்ரிங்கிங் வாட்டர் இதெல்லாம் பண்ணணும்ல. അത് மட்டுം கொஞ்சம் பண்ண சொல்லுங்க இந்த ഗവൺമെന്റ്. അതേസമയം തന്നെ പമ്പയിൽ ചില അസൗകര്യങ്ങളുണ്ട് എന്ന് ഭക്തരൊക്കെ തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കുടിവെള്ളം, ഈ ശുചിമുറികളുടെയൊക്കെ തന്നെ കുറവ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭക്തർ പറയുന്നുണ്ട്. എന്നിരുന്നാലും വൃശ്ചികം 1 തന്നെ ശബരിമലയിൽ വലിയ തിരക്കുണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.